കോൺഗ്രസ് പാർട്ടി ആലോചിച്ചിട്ടാണ് ഒരു തീരുമാനം 5 വർഷക്കാലം മുമ്പ് നമ്മളെടുത്തത്. പാർട്ടിയുടെ ഇപ്പോൾ ഒരു ചെയർമാൻ എന്ന നിലയ്ക്ക് നിങ്ങളെടുത്ത് ചരിത്രം എടുത്ത് പരിശോധിച്ച് നമ്മളൊരു നിലപാടെടുക്കുമ്പോൾ അല്ലെങ്കിൽ നിലപാടെടുത്തിട്ടുള്ളപ്പോഴൊക്കെ പൂർണ്ണമായ ചർച്ചകളും ഒരു കൺവിക്ഷൻ്റെ പുറത്താണ്. ആ നിലപാടുകൾ എപ്പോഴും മാറ്റാനുള്ളതല്ല. അപ്സ് ആൻഡ് ഡൗൺ ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കാം, പക്ഷേ ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. കേരള കോൺഗ്രസ് മാണി, അതായത് ജോസ് കെ മാണി വിഭാഗം UDF-ലെത്തുമോ? ഇല്ലെന്ന് ജോസ് കെ മാണി തീർത്ത് പറഞ്ഞു കഴിഞ്ഞു. ജോസിനെയും കൂട്ടരെയും പിണക്കാതിരിക്കാൻ CPM-ഉം ജാഗ്രത കാട്ടുന്നുണ്ട്. മധ്യകേരളത്തിലെ സീറ്റുകൾ ഭരണം തിരിച്ചുപിടിക്കാൻ വേണം എന്ന ബോധം ഉദിച്ചതോടെ കേരള കോൺഗ്രസിനെ എങ്ങനെയും ഒപ്പം കൂട്ടാൻ കോൺഗ്രസും. ഡിമാൻഡ് കൂടിയതോടെ ജോസ് കെ മാണിയും സംഘവും ആഹ്ലാദത്തിലാണ്. കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ്, എനിക്ക് യാതൊരു സംശയവുമില്ല. നമ്മൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പൊ UDF-ന് കേരള കോൺഗ്രസ് അങ്ങോട്ട് ചെല്ലണമെന്നൊരാഗ്രഹമുണ്ട്. ഇവിടെ CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കേരള കോൺഗ്രസ് ഇവിടെ തന്നെ നിലനിൽക്കണമെന്നൊരാഗ്രഹമുണ്ട്. BJP-ക്ക് നമ്മളങ്ങോട്ട് ചെല്ലുവാണെങ്കിൽ ആഗ്രഹമുണ്ട്. മറ്റ് മുന്നണികൾ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് കേരള കോൺഗ്രസ് തന്നെയാണ്. UDF മാത്രമല്ല, BJP-യും നമ്മോട് താല്പര്യം കാട്ടുന്നുവെന്നാണ് ജോസ് കെ മാണി കുടുംബയോഗങ്ങളിൽ അണികളോട് ഓർമ്മപ്പെടുത്തുന്നത്. ഇത് തുടരുകയാണ്. എന്നാൽ രാഷ്ട്രീയ അഭയം നൽകിയ LDF-നെ തള്ളിപ്പറഞ്ഞ് പോകില്ലെന്നും ഉറപ്പു നൽകുന്നു. കേരള കോൺഗ്രസുകളുടെ കാര്യമായതിനാൽ ഒന്നും ഉറപ്പിച്ചു പറയാൻ ഇപ്പോൾ കഴിയില്ല. ലയിച്ചതും പിളർന്നതും മുന്നണികൾ മാറിയതുമൊക്കെ ഒന്നുമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞതിന് ശേഷമായിരുന്നു. ഒരു കാരണം പറയാൻ വേണ്ടി മാത്രം കാരണമുണ്ടാക്കുന്നത് കേരള കോൺഗ്രസിന് പുതുമയല്ല. 2026-ലെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇങ്ങനെയൊരു കാരണമുണ്ടാകുമെന്ന പ്രതീക്ഷ വിട്ടിട്ടില്ല UDF. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനുള്ള എതിർപ്പ് ഒരു പരിധിവരെ പരിഹരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുമുണ്ട്. കത്തോലിക്ക സഭയുടെ താൽപ്പര്യം കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുന്നതാണ്. കേരള കോൺഗ്രസ് LDF-ലായതിനു ശേഷം സമ്മർദ്ദ ശക്തിയാകാൻ സഭയ്ക്ക് കഴിഞ്ഞിട്ടുമില്ല. അതായത് പവർ പൊളിറ്റിക്സ് നടക്കുന്നില്ല. കർഷകരുടെയും മലയോര ജനതയുടെയും രക്ഷകർ എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന കേരള കോൺഗ്രസ് ആ റോൾ LDF-ൽ നിന്ന് നിർവഹിക്കാൻ കഴിയുന്നില്ല എന്ന പരാതി കത്തോലിക്ക സഭയ്ക്കുണ്ട്. ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം പാർട്ടിക്ക് അതീതമായ വ്യക്തി വളർന്നു നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരെ ശിഥിലീകരിക്കപ്പെടാനിടയായത്. അപ്പോൾ അതിൻ്റെ ബലം പോയി. അതേസമയത്ത് അവർ ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടി എന്തുമായിക്കൊള്ളട്ടെ, ഇന്നതാണെന്ന് നിർബന്ധം എന്തുമായിക്കൊള്ളട്ടെ, അതിനകത്ത് ഒരുമയോടുകൂടി വിധേയത്വത്തോടെ നിൽക്കുന്നതെങ്കിൽ എത്രയോ ഭംഗിയായിട്ട് പോകുമായിരുന്നു. അത് വീണ്ടും പല കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞ് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഒരു MLA സ്ഥാനം കൊണ്ടുപോയി ഒരു മന്ത്രിയായി അങ്ങനെയൊക്കെ പോകുന്ന എന്ത് നേട്ടം ഉണ്ടാകാനിരിക്കണം. അപ്പം അതുകൊണ്ടാണ് ആ നിലപാടിന് വലിയ മാറ്റമൊന്നുമില്ല. വീണ്ടും അവർ ഒന്നിച്ച് വരികയാണെങ്കിൽ അവർക്ക് നല്ലത്. സഭാവിശ്വാസികൾ BJP-യിലേക്ക് ചായുന്നതും കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF-ലേക്ക് പോയതിനു ശേഷമാണ്. കേരള കോൺഗ്രസിനെ തിരികെ UDF-ലെത്തിക്കാൻ കത്തോലിക്ക സഭയിലെ ചില ബിഷപ്പുമാരും വൈദികരും ശ്രമിക്കുന്നു എന്നത് പരസ്യമായ രഹസ്യവുമാണ്. പ്രത്യയശാസ്ത്രപരമായിട്ട് അങ്ങോട്ട് യോജിക്കാൻ ഇവർക്കും ബുദ്ധിമുട്ട് വരേണ്ടതില്ല. പിന്നെ വരാവുന്ന കാര്യം ഊഹിക്കാവുന്നില്ലേ ഉള്ളൂ. ഇടയ്ക്ക് പേഴ്സണൽ പ്രോബ്ലംസാണ്, അത് തടഞ്ഞു നിർത്തുന്നു. അങ്ങനെ പ്രോബ്ലംസ് കുടുങ്ങിക്കിടക്കുന്നവർക്ക് പക്ഷേ ഇങ്ങോട്ട് മാത്രം എളുപ്പം വരത്തില്ല, ചിലപ്പോൾ പേടിയുണ്ടാകും. അല്ലാതെ പ്രത്യയശാസ്ത്രപരമായിട്ട് അതിനകത്ത് ഒരു കാര്യമില്ല. ഞങ്ങളിവിടെ ഉറച്ചു നിൽക്കുന്നു, ഞങ്ങൾക്കെല്ലാം സുഭിക്ഷമാനം, ഞങ്ങൾക്ക് നേതാവ് പറയാൻ പറ്റുള്ളൂ, പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും ഒരു അല്ല നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭയപ്പെടാതെ പ്രത്യയശാസ്ത്രത്തോട് പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഒന്നിച്ച് പോയാൽ ഒന്നിച്ച് വിജയിക്കുക. പക്ഷേ അതിനുള്ള പ്രതിബദ്ധത കാണിക്കാൻ മാത്രമുള്ള ആത്മാർത്ഥത അവരെ മുൻപോട്ട് വച്ചിരിക്കുന്ന പ്രത്യയശാസ്ത്രത്തോട് വേണം. മറ്റേത് കൗണ്ടറാണ്. അതിനോട് യോജിച്ച് പോകുന്നത് എനിക്ക് തോന്നുന്നില്ല ഫണ്ടമെൻ്റലായിട്ട്. ഈ വിദ്യാഭ്യാസ രംഗത്ത് വരുമ്പം നിരീശ്വര ചിന്തകളോട് ചോദിക്കാൻ ഇവർക്ക് പറ്റുമോ? മിണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് പല പ്രാവശ്യവും? മിണ്ടിപ്പോയി തട്ട് കിട്ടും. അതുകൊണ്ടാണ് പല അവസരങ്ങളും മിണ്ടായിരിക്കുന്നത് കാണാൻ പാടില്ലേ. അപ്പോൾ അതുകൊണ്ട് ആളുകളോട് ചോദിക്കില്ല, എന്തെടുക്കുക, നിങ്ങളുടെ വായിൽ പഴമാണോ എന്ന് ചോദിക്കുന്ന സാഹചര്യം പലപ്പോൾ ഈ തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ നിൽക്കാതെ ചെയ്തിട്ടുള്ള പ്രത്യയശാസ്ത്രത്തോടെ അവർ സ്മൂത്തായിട്ട് പോകുമ്പോൾ അതിനോട് ചേർന്ന് പോകാൻ ഇവരെ കൊണ്ട് പറ്റിയില്ല. സിറോ മലബാർ സഭയിലെ മുതിർന്ന വൈദികനായ ഫാദർ മാണി പുതിയിടം കേരള കോൺഗ്രസിനെ UDF-ലെത്തിക്കാനും ലയിപ്പിക്കാനുമുള്ള ശ്രമം സഭ നടത്തുന്നതായി തുറന്നു പറഞ്ഞതോടെ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരികയാണ്. പക്ഷേ മാണി പുതിയിടത്തെ കേരള കോൺഗ്രസ് മാണി വിഭാഗം തള്ളിക്കളയുന്നുമുണ്ട്. ചർച്ച നടത്തുന്നു എന്ന് ആരാ പറഞ്ഞു? ഇപ്പോൾ ചർച്ച നടത്തുന്നു എന്നൊക്കെ പുറത്ത് നേതാക്കന്മാർ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്ക്, ഇനി അങ്ങനെ ഒരു ചർച്ചയുണ്ടെന്ന് വിചാരിക്കുക,
പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുമോ? അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയും ഇല്ല. അങ്ങനെ കേരള കോൺഗ്രസ് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഈ എയറിൽ ഇങ്ങനെ സംസാരിക്കുന്നതല്ലാതെ അവർക്ക് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് കൃത്യമായിട്ട് അറിയാം. ഇനി എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞാനത് ചർച്ചയിലേക്ക് കൊണ്ടുവരാം. അല്ല, അത് തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ 2020 കാലഘട്ടത്തിൽ അന്നേരം നമ്മളറിയാം പെട്ടെന്നൊരു തീരുമാനമാണ്. നമ്മൾ എന്നെ UDF നിന്ന് കേരള കോൺഗ്രസ് പാർട്ടിയെ പുറത്തേക്കാക്കി. ആ പുറത്തേക്കാക്കിയതിന് ശേഷം പെട്ടെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാകുന്നത്. അതുകൊണ്ട് കൂടുതൽ ചർച്ചയ്ക്ക് പോകാനായിട്ട് കഴിയാതെ പോയി. അപ്പോൾ കൂടുതൽ നമുക്ക് അർഹതപ്പെട്ട സീറ്റുകൾ പല സ്ഥലത്തും ലഭിക്കാതെയും പോയിട്ടുണ്ട്, പല ജില്ലകളിലും പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും കൂടുതൽ ചർച്ച അതിനാവശ്യമാണ്. ഇപ്രാവശ്യം ചർച്ച ചെയ്ത് നമുക്ക് അർഹതപ്പെട്ട പ്രദേശങ്ങളിൽ കൂടുതൽ സീറ്റ് ലഭിക്കാനുള്ള ശ്രമം നടത്തും. കേരള കോൺഗ്രസ് മാണി വിഭാഗം പരസ്യമായി പറയുമ്പോൾ ഇതെല്ലാം തള്ളുന്നു. LDF-ൽ പരമസുഖമെന്നേ പറയൂ. വേണമെങ്കിൽ ജോസും കൂട്ടരും വരട്ടെ, അതല്ലാതെ സ്വീകരിക്കാൻ ഇല്ലെന്ന് ജോസഫ് വിഭാഗവും. കടുത്തുരുത്തിയിലാണ്, പാലയിലല്ല മത്സരിക്കുന്നതെന്ന സന്ദേശം ജോസ് കെ മാണിയും നൽകിക്കഴിഞ്ഞു. ഒന്നേ അറിയാനുള്ളൂ, UDF ആയാലും LDF ആയാലും ജോസ് കെ മാണിയുടെ മത്സരം കടുത്തുരുത്തിയിൽ തന്നെ. അതാണോ ഉദ്ദേശിക്കുന്നത്? കേരള കോൺഗ്രസ് ആണ് എന്തും സംഭവിക്കാം.